Hello everybody, welcome to my YouTube channel RJ Diary. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ്. അപ്പോൾ ഈ വീഡിയോയിൽ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഇതൊരു ട്രെൻഡിങ് ടൈറ്റിലാണ്. വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് അവരുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അവരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിനാണ് ഹോസ്പിറ്റൽ ബാഗ്, വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗും ഞാൻ അങ്ങനെ പാക്ക് ചെയ്യാൻ പോവാണ്. ഞാനൊരു എക്സ്പെക്ടിങ് മദറാണ്. എൻ്റെ 3rd പ്രഗ്നൻസിയാണ്. സോ എനിക്ക് ഇനി ഒരു 2 മാസം കൂടി ബാക്കിയുണ്ട് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ ഞാൻ പതുക്കെ ബിഫോർ ഹാൻഡ് തന്നെ ലാസ്റ്റ് മിനിറ്റ് ഹറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ ആയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴുകി ഉണക്കി എല്ലാം പതുക്കെയാണ് പാക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഓർത്തു ഇത്തവണ ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ 3rd ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാൻ പോണേ, പ്ലസ് ഞാൻ എൻ്റെ വീട്ടിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് ഫ്യൂ വീക്സിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കരുതി വെച്ചേക്കുന്നത് എന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് ബി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബി എ പാർട്ട് ഓഫ് മൈ ഫാമിലി. ആൻഡ് ഈ വീഡിയോ ആർക്ക് വേണമെങ്കിലും കാണാം. സ്പെഷ്യലി എക്സ്പെക്ടിങ് മദേഴ്സിനും ഫാദേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ ആർക്ക് വേണമെങ്കിലും വീഡിയോ കാണാം. അതെന്താന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബിനെയും മദറിനെയും കാണാൻ പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് എന്ത് വേണം, ഒരു ന്യൂ ബോൺ ബേബിക്കും ഒരു എക്സ്പെക്ടിങ് മദറിനും എന്ത് ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ട് ചിലർക്ക്. സോ ആ ഒരു ഡൗട്ടും കൂടി ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആവും. കാരണം എന്തൊക്കെയാണ് ശരിക്കും ഒരു ന്യൂ ബോൺ ബേബിക്കും ഒരു എക്സ്പെക്ടിങ് മദറിനും ആവശ്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. സോ അതിനനുസരിച്ച് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെ അവർക്ക് സമ്മാനിക്കാൻ പറ്റും. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും എനിക്ക് ഒരു ലൈക്ക്, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. പ്ലസ് കമന്റ്സിലൂടെ എന്നെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, ഇൻഫോർമേറ്റീവ് ആയിരുന്നോ എന്നതൊക്കെ. ആൻഡ് മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, എക്സ്പെക്ടിങ് പേരൻസിന് എസ്പെഷ്യലി. സോ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യ രാജീസ്. വെൽക്കം ബാക്ക്. സോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് ഫ്യൂ വീക്സിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ എപ്പോഴും ടയേർഡ് ആയിരിക്കും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും ഹോസ്പിറ്റലും അതേപോലെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴൊക്കെ. അപ്പോൾ പെട്ടെന്ന് അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെ ഒരു പെട്ടെന്നൊരു ഹറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കരുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ ചെറിയൊരു സാധനങ്ങളായിട്ട് മേടിക്കുന്നതിന് പകരം ഞാനൊരു കംപ്ലീറ്റ് കിറ്റ് ആണ് അന്വേഷിച്ചത് ആദ്യം. അപ്പോൾ എനിക്ക് കുറച്ച് ബ്രാൻഡുകൾ, വെൽ നോൺ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളുടെ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കിറ്റ് അവരുടെ റെഫർ ചെയ്തു എന്തൊക്കെ സാധനങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അതിലും എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ തോന്നി. അതായത് ചില കിറ്റ് നല്ല ബ്രാൻഡൊക്കെ ആണ്, പക്ഷെ അവരുടെ കംപ്ലീറ്റ് കിറ്റ് നോക്കുമ്പോൾ ചില സാധനങ്ങൾ ഇല്ല. അത് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് പോയി മേടിക്കണം. പ്ലസ് പ്രൈസും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാ സാധനങ്ങളും ഇല്ല. എൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് മേടിക്കണം. അപ്പൊ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുള്ള ഒരു കിറ്റും വേണം, പ്ലസ് റീസണബിൾ പ്രൈസിലും വേണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ 2nd പ്രഗ്നൻസിയിലും ഞാൻ ഈ സെയിം ബ്രാൻഡിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഞാൻ ഈ 3rd പ്രഗ്നൻസിയിലും കോൺടാക്ട് ചെയ്ത ബ്രാൻഡാണ് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ്. ഇവര് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതും ഇവരുടെ മാർക്കറ്റിങ്ങും എല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിനെ കോൺടാക്ട് ചെയ്തത്. ആൻഡ് അവർ ആദ്യം എനിക്ക് അവരുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അയച്ചു. അവരുടെ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് കംപ്ലീറ്റ് ലിസ്റ്റ് അയച്ചു. അപ്പോൾ അതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി എന്ന് ഞാൻ തിരിച്ച് ലിസ്റ്റ് അയച്ചു. അപ്പോൾ അവര് അത് മാത്രമാണ് എനിക്ക് അയച്ചു തന്നത്. അതിനനുസരിച്ചുള്ള പ്രൈസ് ആണ് അവർ എന്നോട് ചോദിച്ചത്. അത് ഞാൻ ക്യാഷ് ആയിട്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുത്തു. അവര് എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഡക്ട്സ് എൻ്റെ വീട്ടിലേക്ക് ഡെലിവർ ചെയ്യുകയും ചെയ്തു. സോ എനിക്ക് 2nd പ്രഗ്നൻസിയിൽ ഇവരുടെ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3rd പ്രഗ്നൻസിയിൽ ഞാൻ ചെറിയ റിസർച്ച് ചെയ്തെങ്കിലും തിരിച്ച് അവരെ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു. ആൻഡ് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിന്റെ ഇൻസ്റ്റഗ്രാം പേജിലുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവരുടെ പ്രൊഡക്ട്സ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും അവരെ പോയി കോൺടാക്ട് ചെയ്യുക. അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം.
അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. അവർ തന്നെ ഒരു സപ്പോസ് ഒരു ബേബി ബെഡ് ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ബേബി ബെഡിന്റെ പല സൈസസ്, പല കളേഴ്സ്, പല ഡിസൈൻസ് ഒക്കെ അവർ തന്നെ അയച്ചു തരും. ഇതിൽ ഏതാണ് മാഡത്തിന് വേണ്ടത്, അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. സോ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് തരുന്നത്. പ്ലസ് നമുക്ക് ചില പ്രൊഡക്ട്സ് കൂടുതൽ എണ്ണങ്ങൾ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അത് നമുക്ക് പറയാം. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസ് അവർ അയച്ചു തരും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരുടെ പ്രൊഡക്ട്സ് എന്താണ് എന്നൊക്കെ പറയാം. സോ നമ്മളൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോഴും ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴും നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കബോർഡിലൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. സോ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂ ബോൺ ബേബിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മദറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും. ഇത് രണ്ടും റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അധികം സ്ട്രെസ് ഇല്ലാതെ ഡെലിവറിയുടെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം കടന്നു പോയാൽ മതി. ബാക്കി എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. പിന്നെ എപ്പോഴും മുൻകൂട്ടി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാം. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ ബേബീസിന് ഉപയോഗിക്കരുത്. കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ എപ്പോഴും വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ചെയ്ത് പറ്റുമെങ്കിൽ അയൺ ചെയ്ത് വേണം എല്ലാം സ്റ്റഫ് ചെയ്ത് വെക്കാൻ, പാക്ക് ചെയ്ത് വെക്കാൻ. ആൻഡ് മദറിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും അത് തന്നെ. ഇപ്പൊ എന്തെങ്കിലും യൂട്ടൻസിൽസ് ആണെങ്കിലും അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമ്മൾ മുൻകൂട്ടി ചെയ്യുന്നതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പ്രിപ്പയർ ആവും. നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാം ഒരു ന്യൂ ബേബിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളും ഇങ്ങനത്തെ ചെറിയ പാക്കിങ്ങിലും കാര്യങ്ങളിലൂടെ നമ്മൾ ഫുള്ളി നമ്മൾ ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ കഴുകി ഉണക്കി വെക്കുന്നതിലൂടെ നമ്മൾ ജേംസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ക്ലോത്ത്, എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ തിങ്സ്. അപ്പോൾ അത് ബേബീനെ അലർജി യൂസും അതും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കഴുകി ഉണക്കി യൂസ് ചെയ്യണം, പാക്ക് ചെയ്യണം നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ന്യൂ ബോൺ ബേബിക്കും മദറിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ന്യൂ ബോൺ ബേബിയുടെ സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട ന്യൂ ബോൺ ബേബി ഐറ്റംസ് എന്തൊക്കെ നമുക്ക് കരുതി വെക്കണം എന്ന് പറയാം. ന്യൂ ബോൺ ബേബിക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു റിസീവിങ് ടവലാണ്. അപ്പോൾ റിസീവിങ് ടവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കണം. ആൻഡ് ഈ നാരൊക്കെ ഉള്ള അല്ലെങ്കിൽ ഡസ്റ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കരുത്. ബേബീസിന് വേണ്ടി പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും വെൽ നോൺ ബ്രാൻഡിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യും. മെജോറിറ്റിയും ഞാൻ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം മെജോറിറ്റിയും കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എക്സ്റ്റേണൽ ആയിട്ട് പർച്ചേസ് ചെയ്തുള്ളൂ. സോ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ് അവർ ഓൾറെഡി വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് അവർ സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്ത് തന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ബ്രാൻഡ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് മേടിക്കാം കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിൽ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് കംപ്ലീറ്റ് കിറ്റ്, ഏത് ബ്രാൻഡിൽ നിന്നാണ് നിങ്ങളുടെ കംപ്ലീറ്റ് കിറ്റ് മേടിക്കുന്നത്, അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏത് ബ്രാൻഡിൽ നിന്നാണ് ചെക്ക് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് റിസീവിംഗ് ടവൽ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ് എനിക്ക് തന്ന റിസീവിംഗ് ടവൽ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ഒരു ബേബി ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഇത്രയും വലുതാണ്. ഓക്കെ, നല്ല സോഫ്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ നാരൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ബാഡ് മെറ്റീരിയൽ ആണ്. വെരി ഗുഡ് മെറ്റീരിയൽ. ഇത് ബേബിക്കാണെങ്കിലും നല്ല വാം ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഇസ് റിക്വയർഡ്, ഒരു എസെൻഷ്യൽ ഐറ്റം ഫോർ ന്യൂ ബോൺ ബേബി ഈസ് റിസീവിംഗ് ടവൽ. റിസീവിംഗ് ടവൽ അല്ലാതെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ടവൽസും കൂടി വേണം. ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസങ്ങൾ സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ കുറച്ച് എക്സ്ട്രാ ടർക്കികളൊക്കെ നമ്മൾ കരുതി വെക്കണം. പ്ലസ് വീട്ടിൽ വന്നിട്ടും അവനെ ഉറക്കുന്ന സമയത്തൊക്കെ നല്ലപോലെ പൊടിഞ്ഞൊക്കെ വെക്കാനൊക്കെ ആയിട്ട് എക്സ്ട്രാ ടർക്കീസൊക്കെ കരുതി വെക്കണം. ക്ലൈമറ്റ് അനുസരിച്ച് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല ബ്ലാങ്കറ്റ് മെറ്റീരിയൽ ഉള്ള നല്ല ബേബി ടർക്കീസ് കിട്ടും, അതുപോലെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള തുണികൾ വെച്ച് റാപ്പ് ചെയ്യാം. ക്ലൈമറ്റ് അനുസരിച്ച് അതായത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക, നല്ല ബ്രാൻഡ്സ് ചൂസ് ചെയ്യുക. പ്ലസ് നല്ല മെറ്റീരിയൽ, ഏറ്റവും ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേബി സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ സെക്കൻഡ് നമുക്ക് ന്യൂ ബോൺ ബേബിക്ക് ആവശ്യമായിട്ടുള്ളത് ഡൈപ്പേഴ്സ് ആണ്. ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഒരു ഹോസ്പിറ്റൽ സ്റ്റേക്കും ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്കിലേക്കും മദർ ഇത്തിരി എക്സോസ്റ്റഡ് ആയിരിക്കും. ആ സമയത്ത് ക്ലോത്ത് ഡൈപ്പർ മാറ്റി മാറ്റി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഡിസിഷൻ ആയിട്ട് തോന്നുന്നില്ല. സോ ഒരു ഡിസ്പോസിബിൾ ഡൈപ്പർ, യൂസ് ആൻഡ് ത്രോ ടൈപ്പുള്ള ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിൽ നിന്ന് കിട്ടിയത് ഹഗീസിന്റെ ഇത് എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം ഉള്ള ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആണ്. ഈ ബ്രാൻഡ് അല്ലാതെ വേറെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം. ഇത് പാൻസ് ആണ്, ന്യൂ ബോൺ ബേബി പാൻസ് ആണ്.
പക്ഷെ ഇതല്ലാതെ നമുക്ക് ഒട്ടിക്കാവുന്ന ടൈപ്പ്, അതായത് ബേബിയുടെ പാൻസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാതെ ഒട്ടിക്കാവുന്ന ടൈപ്പ് ന്യൂ ബോൺ ബേബി ഡൈപ്പേഴ്സ് കിട്ടും. അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഒരു ക്ലോത്ത് ഡൈപ്പറും കൂടി ഉണ്ട്. ഒരു ക്ലോത്ത് ഡൈപ്പർ എന്ന് പറഞ്ഞാൽ ഇതൊരു തിക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പുറമെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ യൂറിൻ പാസ് ചെയ്താലും നമ്മുടെ ബെഡിലേക്ക് അത് ആവത്തില്ല. പിന്നെ ഇതിന്റെ അകത്ത് ഒരു ഇൻസേർട്ടും ഉണ്ട്. ഇത് ഒരെണ്ണേ ഉള്ളൂ. ആൻഡ് ആസ് ഐ സെഡ്, ഹോസ്പിറ്റലിലും ഫസ്റ്റ് ഫ്യൂ വീക്സിലേക്കും യൂസ് ആൻഡ് ത്രൂ ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആണ് പ്രിഫറബിൾ. അടുത്തത് വെറ്റ് വൈപ്സ് ആണ്. മീനിയുടെ വെറ്റ് വൈപ്സ് ആണ് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിൽ കിട്ടുന്നത്. ഇതല്ലാതെ വേറെ ബ്രാൻഡാണ് നിങ്ങൾ ഒരു ട്രെയിനിങ്ങിൽ അത് എക്സ്റ്റേണൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം. വെറ്റ് വൈപ്സ് ആണ് ഹോസ്പിറ്റൽ സ്റ്റേയിൽ കുറച്ചുകൂടെ പ്രശ്നമില്ല. ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുന്നതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ഈ യൂസ് ആൻഡ് ത്രൂ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രിഫറബിൾ ഹോസ്പിറ്റൽ സ്റ്റേയിൽ. കാരണം കൈലി ഉണക്കി വൃത്തിയാക്കി അതിനുള്ള സൗകര്യങ്ങളൊന്നും ഹോസ്പിറ്റൽസിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു വെറ്റ് വൈപ്സ് പ്ലസ് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ആൻഡ് ത്രൂ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ പ്രിഫറബിൾ. ഈ അടുത്തതായിട്ട് ബേബി ഡ്രസ്സസ് ആണ്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇതുപോലത്തെ ബേബി ഡ്രസ്സ്, ഇത് നല്ല ബേബി ഫ്രണ്ട്ലി ആയിട്ട് ബേബി സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കുഞ്ഞു ഉടുപ്പുകളാണ്. 6 എണ്ണം ഉണ്ട്. ഇത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലും മേടിക്കാം. ഇത് ഹോസ്പിറ്റൽ സ്റ്റേക്ക് ഇത്രയും മതിയായിരിക്കും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാം. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ കുഞ്ഞു ഉടുപ്പുകളല്ലാതെ വേറെ ഫുൾ ആയിട്ടുള്ള ബേബി ഡ്രസ്സസും ഉണ്ട്. അത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് മേടിക്കാം. അല്ലെങ്കിൽ ഫുൾ ഡ്രസ്സസ് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ് എന്നും കിട്ടുന്നുണ്ട്. അതും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇത് ഇപ്പോൾ കുഞ്ഞു ഉടുപ്പുകൾ 6 എണ്ണം ഉണ്ട്. ഇതാണ് ഒരു നെക്സ്റ്റ് എസെൻഷ്യൽ ഐറ്റം. അടുത്തതായിട്ട് ബേബി ക്യാപ്പ്, ബേബി ബൂട്ട്സ് ആൻഡ് മിറ്റൻസ്. ഇതൊരു സെറ്റ് ആണ്. രണ്ടെണ്ണം വീതമുള്ള ഒരു സെറ്റ്. ഇത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞു ബേബി അല്ലേ, അപ്പൊ തല, കുഞ്ഞു കൈകള്, കുഞ്ഞു കാലുകള് ഒക്കെ തണുക്കും. അപ്പൊ അത് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡേ ടൈമിലാണെങ്കിലും ക്ലൈമറ്റ് ഒക്കെ കോൾഡ് ആണെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ഒന്നും അവരെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സെറ്റ് എങ്കിലും ഹോസ്പിറ്റൽ സ്റ്റേയിൽ എടുക്കാവുന്നതാണ്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ബേബി എണീറ്റിരിക്കുന്ന സമയം, അത് വളരെ കുറച്ച് സമയം എണീറ്റിരിക്കുള്ളൂ. ബേബി എണീറ്റിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡൈപ്പർ ഒക്കെ ഇട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഡൈപ്പേഴ്സ് ഒക്കെ ഊരി ഫ്രീ ആയിട്ട് ബേബിനെ കിടത്തുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ബേബി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെഡിലൊക്കെ ആവും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാട്രസ് പ്രൊട്ടക്ടർ കിട്ടുന്നുണ്ട്. മാട്രസ് പ്രൊട്ടക്ടർ ഇത് ഒരു സൈഡ് പ്ലാസ്റ്റിക്കും ഒരു സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ ഇവിടെയാണ് നമ്മൾ വാവനെ കിടത്തുന്നത്. അപ്പോൾ വാവ ഇവിടെ ഒരു കംഫർട്ട് ആയിട്ട് കിടക്കുകയും ചെയ്യും. പ്ലസ് ഈ മെറ്റീരിയൽ യൂറിൻ അബ്സോർബ് ചെയ്യും. സോ ഈ പ്ലാസ്റ്റിക് വഴി ബെഡിലേക്ക് പോകത്തുമില്ല. സോ നമുക്ക് നമ്മുടെ മാട്രസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാട്രസ് പ്രൊട്ടക്ടർ ഫ്രീ. അടുത്തത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. 2 സൈഡും പ്ലാസ്റ്റിക് ആയിട്ടുള്ളത്. ഇത് ഹോസ്പിറ്റൽ സ്റ്റേക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ബേസിക്കലി ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നത് ബേബീനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, എണ്ണ തേച്ച് കുറച്ചു നേരം കിടത്തുമല്ലോ, അപ്പൊ അത് കിടത്താൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പുറത്ത് കിടത്തിയാൽ മതി. അപ്പോൾ അവര് അതിനകത്ത് കുറച്ചു നേരം കിടക്കുകയും ചെയ്യും. പ്ലസ് അപ്പിടുവോ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്താലും ഒരു കുഴപ്പമില്ല. അതിനകത്ത് നമുക്ക് ഈസിലി വൈപ്പ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സെബാമെഡിന്റെ 3 പ്രൊഡക്റ്റ് ആണ്. സെബാമെഡിന്റെ ലോഷൻ, ക്രീം ആൻഡ് സോപ്പ് ആണ് ഉള്ളത്. സോ സെബാമെഡ് ഒരു ബേബി സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് സെൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സെബാമെഡ് അല്ലാതെ വേറെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബേബി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചെറിയ പാക്കാണ്. ഹോസ്പിറ്റൽ സ്റ്റേക്കും അല്ലെങ്കിൽ ട്രാവൽ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയതാണ്. സോ ഇതിനകത്ത് പൗഡർ ഇല്ല. പൗഡർ ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ആഴ്ചത്തേക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ വന്നിട്ടാണെങ്കിലും കുറച്ച് ആഴ്ചത്തേക്ക് 1 or 2 months അവോയ്ഡ് ചെയ്യുക. അത് പൗഡർ എപ്പോഴും ബേബിക്ക് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ബേബിയുടെ കുഞ്ഞു മൂക്കിലേക്കും കണ്ണിലേക്കും ഒക്കെ പോയി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, സോ നമ്മൾ എന്തിനാണ് ക്രീം ആൻഡ് ലോഷൻ ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ബേബിയുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി. ബേബിയുടെ സ്കിൻ ഓൾറെഡി സോഫ്റ്റ് ആണ്. ജസ്റ്റ് കിട്ടും മോയ്സ്ചറൈസ്. അപ്പൊ എപ്പോഴും ഒരു മൈൽഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സെബാമെഡ് ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള മെഡിക്കലി സേഫ് ആയിട്ടുള്ള ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് സെബാമെഡ് ഇവിടെ തരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബേബി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബേബി നാപ്കിൻ ആണ്. ചെറിയൊരു നാപ്കിൻ ആണ്. ഫേസ് നാപ്കിൻസ് ആണ്. ഇതാണ് സംഭവം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. ഇത് ജസ്റ്റ് ഹോസ്പിറ്റൽ സ്റ്റേക്കും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ബേബിയുടെ മുഖം ഒന്ന് തുടയ്ക്കണമെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യും.
ഇനി അടുത്തതായിട്ടുള്ളത് ഒരു ബേബി കെയർ കിറ്റ് ആണ്. ഈ ബേബി കെയർ കിറ്റിനകത്തുള്ളത് ഒരു സിസേഴ്സ് ഉണ്ട്, നെയിൽ കട്ടർ ഉണ്ട്, 2 ടൈപ്പ് ചീപ്പ് ഉണ്ട്. സോ ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കും. ഓക്കെ, 2 ടൈപ്പ് ചീപ്പ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് 2 ടൈപ്പ് ചീപ്പ്, ഒരു ബ്രഷ് ആയിട്ടുള്ളതും പിന്നെ ഒരു സാധാ നമ്മുടെ ടൈപ്പ് ചീപ്പാണ്. പക്ഷെ ഇതിന്റെ അറ്റമൊക്കെ സോഫ്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ബേബിയുടെ മുടി ചീവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ തുടയെ വേണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എത്ര മുടിയാണെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി ഒരു 1 ഇയർ എങ്കിലും ബേബിയുടെ മുടി ബ്രഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് ആയിട്ടുള്ള ഒരു ചീപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വളരെ സോഫ്റ്റ് ആൻഡ് ഹെഡ് ആയിരിക്കും അവർക്കുള്ളത്, ബേബീസിനുള്ളത്. ഇനി അടുത്തത് ഹോസ്പിറ്റൽ സ്റ്റേ എല്ലാം കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫിറ്റ് ഡ്രസ്സ് ഇട്ടായിരിക്കാം നമ്മൾ ബേബിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്പൊക്കെയുള്ള ഫുൾ കൈയൊക്കെയുള്ള കാലിൽ സോക്സ് ഒക്കെയുള്ള ഒരു ഫുൾ ഡ്രസ്സാണ് അടുത്തതായിട്ട്. ഇത് ഒരെണ്ണം ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഉള്ള ഒരു ഡ്രസ്സാണ്. അതല്ലാതെ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വാക്സിനേഷൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ട്രാവൽസിന് വേണ്ടി മാത്രം ഇതേപോലത്തെ ഫുൾ ഡ്രസ്സൊക്കെ, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഫുൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബേബീനെ ഇങ്ങനെ എടുക്കുമ്പോൾ ബേബിയുടെ തല മാത്രം പുറത്ത്, ആ ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ബേബീനെ കൈ കൊണ്ട് എടുക്കാതെ ന്യൂ ബോൺ ബേബീസ്, കുറച്ച് മാസം മാത്രം പ്രായമുള്ള ബേബീസിന് ഇത് യൂസ്ഫുൾ ആണ്. ഇനി അടുത്തത് ഒരു എക്സ്പെക്ടിങ് മദർ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ്, ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ സാധനങ്ങൾ കരുതി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇത് മാത്രം മതി ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകാൻ. സോ അതൊക്കെ എന്താണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മെറ്റേണിറ്റി പാഡ്. ഇത് വലിയ സൈസാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഡെലിവറി കഴിയുമ്പോൾ നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാവും. സാധാരണ നമ്മൾ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്ന പോലെയല്ല, മെറ്റേണിറ്റി പാഡ്സ് സ്പെഷ്യൽ ആയിട്ട് തന്നെ വാങ്ങിക്കണം. അത് കുറച്ച് നമ്പറിലെങ്കിലും വാങ്ങിക്കണം. ഈ ഒരു കിറ്റിനകത്ത് കുറച്ച് അത്യാവശ്യം നമ്പേഴ്സ് ഉണ്ട്. ഇത് പോരെങ്കിൽ കൂടുതൽ വാങ്ങിക്കണം. ഓക്കെ, മെറ്റേണിറ്റി പാഡ്സ് ആവശ്യമായിട്ടുള്ള സാധനമാണ്. ഫസ്റ്റ് വേണ്ടത് അതാണ്. ഓക്കെ, ഇത് പാഡ് ഫിക്സേറ്റർ, അതായത് ഇത് പാൻറ്റീസ് പോലെ യൂസ് ചെയ്യുന്നതാണ്. പാഡ് ഇട്ടിട്ട് പാൻറ്റീസ് പോലെ കുറച്ചുകൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫേം ആക്കാൻ വേണ്ടിയിട്ടുള്ളത് പാഡ് ഫിക്സേറ്റർ. ഇത് നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ പാഡും പാൻറ്റീസും എല്ലാം ഇട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ആവശ്യമായിട്ടുള്ളത് ഫീഡിങ് ബ്രാസ്. ഫീഡിങ് ബ്രാസ് അറിയാലോ എന്തിനാണ്. നമ്മൾ ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് സാധാ ബ്രാ ഉപയോഗിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ ഫീഡിങ് ബ്രാ തന്നെ പല ടൈപ്പിലുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മേടിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ കിറ്റിന്റെ കൂടെ കിട്ടുന്ന ഫീഡിംഗ് ബ്രാ ആണെങ്കിൽ മേടിക്കുക. ഇത് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിന്റെ കൂടെ ഞാൻ ഓർമ്മ മേടിച്ചോളൂ. വേറെ ഫീഡിംഗ് ബ്രാസ് എൻ്റെ കയ്യിലുള്ളതാണ്. അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മദറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഡെലിവറി കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റുമ്പോൾ അവര് ഹോസ്പിറ്റലുകാർ ഫസ്റ്റ് ചോദിക്കുന്നത് ഒരു ഡ്രസ്സാണ്, അമ്മയ്ക്ക് മാറാനുള്ള ഡ്രസ്സ്. അപ്പൊ അത് എപ്പോഴും ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീഡിംഗ് ഓപ്ഷൻ ഒക്കെ ഉള്ള ഒരു നൈറ്റിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു നൈറ്റി കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസിന്റെ കിറ്റിലുണ്ട്. ഒരു നൈറ്റി, ഒരു ഫീഡിംഗ് ഓപ്ഷൻ ഉള്ള ഒരു നൈറ്റിയാണ്. കൂടാതെ എനിക്ക് എക്സ്ട്രാ കുറച്ച് നൈറ്റീസും ഉണ്ട്. എക്സ്ട്രാ കുറച്ച് നൈറ്റീസ് ഹോസ്പിറ്റൽ സ്റ്റേയിലും പ്ലസ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണെങ്കിലും എക്സ്ട്രാ കുറച്ച് ഫീഡിംഗ് നൈറ്റീസ് റെഡിയാക്കി വെക്കണം. അതൊരു എസെൻഷ്യൽ ഐറ്റമാണ്. അടുത്തത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഒരു ടവൽ. അത് നമുക്ക് വീട്ടിൽ നിന്ന് കഴുകി ഉണക്കി
വേണം കൊണ്ടുപോകാൻ. ഒരെണ്ണം ഫ്രഷ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്ന ടവൽ ചുമ്മാ എടുത്തുകൊണ്ട് പോയി ഇരിക്കാൻ പാടില്ല. എപ്പോഴും കഴുകിയാണൊക്കെ ഒരെണ്ണം ബാഗിനകത്ത് തന്നെ വെക്കണം. സോ കംപ്ലീറ്റ് എക്സ്റ്റൻസിന്റെ കൂടെ കിറ്റിന്റെ കൂടെ ഒരു ടവലും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബാത്ത് ടവലാണ്. പിന്നെ ഉള്ളത് ഒരു അബ്ഡോമിനൽ ബൈൻഡർ ആണ്. നിങ്ങൾക്ക് പടത്തിൽ കാണാവുന്ന പോലെ ഇത് തുണി വെച്ചുള്ള ഒരു ബൈൻഡർ ആണ്. പ്ലസ് പുറകിൽ കെട്ടാവുന്നതാണ്. ഇത് ക്ലിയർ അല്ലെങ്കിൽ ഇവിടെ കാണാവോ, പുറകിൽ കെട്ടാവുന്ന ടൈപ്പ് ഒരു ബൈൻഡർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം, പ്ലസ് നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച്. സോ ഒരു അബ്ഡോമിനൽ ബൈൻഡർ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എപ്പോഴാണോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം. സിസേറിയൻ ആണെങ്കിൽ സമയം കൂടുതൽ വേണം, പ്ലസ് നോർമൽ ഡെലിവറി ആണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ അബ്ഡോമിനൽ ബൈൻഡിങ്ങിന്റെ ആവശ്യമുള്ളൂ. അബ്ഡോമിനൽ ബൈൻഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഏറ്റവും സേഫ് ആയിട്ടുള്ള സമയത്ത്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഉള്ള സമയത്ത് തന്നെ നോക്കി വേണം അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്യാൻ. പ്രസവരക്ഷ ഗുളിയൊക്കെ ചെയ്യുന്ന സമയത്ത് അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്യുന്നവരുണ്ട്. ആ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആണെങ്കിൽ മാത്രം അത് ചെയ്യാം. ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് മേടിച്ച സാധനങ്ങളുടെ ഒക്കെ ആമസോണിൽ നിന്ന് മേടിച്ച ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഞാൻ യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ആ ലിങ്ക് ഇട്ടുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ സാധനങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യും. ഓക്കെ, ഇനി ഈ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കിറ്റ് അല്ലാതെ ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് മേടിച്ച കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഒരു ബേബി ടവലാണ്. ബേബി ടവൽ ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. ബേബി സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ബാത്ത് ടവൽ 2 എണ്ണം കരുതി വെച്ചു. പിന്നെ ഒരു ഹോസ്പിറ്റൽ സ്റ്റേക്ക് ആവശ്യമായിട്ടുള്ളത് ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ടീപ്പ്, നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകുവാണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം. അത് മൈൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒത്തിരി ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള സംഭവങ്ങളൊന്നും വേണ്ട. ഇത് അമ്മയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്രീം, പിന്നെ ലിപ് ബാംസ്, ചുണ്ടൊക്കെ ഉണങ്ങി വരേണ്ട ടൈപ്പ് ഒക്കെ ആണെങ്കിൽ, ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമിന്റെ കൂടെ തന്നെ ഒരു ലിപ് ബാം. പിന്നെ സോപ്പ്, കുളിക്കുന്ന സോപ്പ്. അതും ഒത്തിരി ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള, ഒത്തിരി ലാവിഷ് ആയിട്ടുള്ള ലക്ഷറി സോപ്പ് ഒന്നും വേണ്ട. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പ് യൂസ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ ബേബിനെ ഫീഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പെർഫ്യൂംസ് അല്ലെങ്കിൽ ഒത്തിരി ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ സോപ്പ് വെക്കാൻ വേണ്ടി സോപ്പ് ഡിഷ്, പിന്നെ ടൂത്ത് ബ്രഷ് സൂക്ഷിക്കാനാണെങ്കിലും ടൂത്ത് ബ്രഷിന്റെ കേസ്, ഇതിന്റെ ഒക്കെ ആമസോൺ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ നമ്മളൊരു ബാഗില് ഇതെല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് ടീപ്പ് അല്ലെങ്കിൽ കുഞ്ഞ് സോപ്പ്, കുഞ്ഞ് ബ്രഷ്, ഇതൊക്കെ ചുമ്മാ അവിടെ ഇവിടെ വെച്ചാൽ തപ്പിയെടുക്കാനും ബുദ്ധിമുട്ടാവും. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ ഇത് മൊത്തം അഴിച്ചു വരാം. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പൗച്ചസിലായിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് ബ്രഷ്, പേസ്റ്റ്, ടോയ്ലറ്ററീസ് ഒക്കെ ഒരു പിന്നെ പൗച്ചിൽ വെക്കുക. പിന്നെ ഒരു ക്രീം അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് ഐറ്റംസ് ഒക്കെ ഈ പൗച്ചിൽ വെക്കുക. ഈ പൗച്ചസ് എല്ലാം കൂടി ഒരു ബാഗ് ഐറ്റം ആയിട്ട് ഞാനൊരു ആമസോണിൽ ഒരു തവണ കണ്ടതാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിറ്റാണ്, പക്ഷെ ഞാൻ അത് ഇവിടെയും യൂസ് ചെയ്തു. സോ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം.